ഹലോ എവരിവൺ, ഐ എം കരുണാകരൻ. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്ത എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതായത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ 12 അതുപോലത്തെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകൾ 24. ഇതിനെപ്പറ്റി രണ്ടും ഞാൻ വീഡിയോ ചെയ്തതാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ 87 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഈ 87 കോളേജുകളിൽ മികച്ച 20 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളെ പറ്റിയിട്ടുള്ള വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നേരത്തെ ഞാൻ ചെയ്തിരുന്നു. ഇത് സെക്കൻഡ് പാർട്ട്, അതായത് പാർട്ട് 2 ആണ് ചെയ്യുന്നത്. 11 to 20, 1 to 10 ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി 11 to 20 ആണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക, ജീവനില്ലാത്ത 4 വർഷങ്ങൾ ആകരുത് നിങ്ങളുടെ കലാലയ ജീവിതം, അല്ലേ? പഠനത്തോടൊപ്പം തന്നെ ആസ്വദിച്ച് പഠിക്കണം. 4 വർഷം ഓർക്കാൻ കോളേജിൽ അനുഭവങ്ങൾ വേണം, മധുര സ്മരണകളാകണം 4 വർഷങ്ങൾ. നിങ്ങളുടെ കോളേജ് മനസ്സിലാക്കാൻ ഈ ഒഴിവ് കാലത്ത് നല്ല ഹോംവർക്ക് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഈ ഫ്യൂ ഡേയ്സ് ചെയ്യുന്ന ഹോംവർക്കാണ് നിങ്ങളുടെ 4 കൊല്ലം മികച്ച കോളേജിലേക്ക് എത്തിക്കുന്നത്. കോളേജ് ഓവർ സ്ട്രിക്റ്റ് ആണ് സാർ, ഒരു വൈബില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം വിട്ടേച്ച് പോയ കുട്ടികളൊക്കെ ഉണ്ട്. അത് ഇടവരരുത്. അപ്പോൾ ഇനി ടോപ്പ് 20 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടോളൂ, രണ്ടാം ഭാഗം ഈ വീഡിയോ കണ്ടോളൂ. 11 to 20 റാങ്കിങ്. റാങ്ക് നമ്പർ 11 ടോക്കച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, എറണാകുളം ജില്ലയിലെ അരക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മികച്ച പ്ലേസ്മെൻറ്റ് റെക്കോർഡാണ്, പഠനവും മെച്ചപ്പെട്ടതാണ്. അക്കാഡമിക് ബ്ലോക്കുകളുടെ പേര് ആര്യഭട്ട, ഐൻസ്റ്റീൻ, വിശ്വേശ്വരയ്യ എന്നൊക്കെ പേരിലാണ് അവിടെ കണ്ടത്. പിന്നെ നല്ല റിസൾട്ടും 70% പേർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയതായിട്ടും കാണുന്നു. ആവറേജ് പാക്കേജ് 4 lakhs to 5 lakhs per annum എന്നാണ് സ്ട്രിക്റ്റ് കാണും. പിന്നെ പാക്കേജിനെ പറ്റി ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ശമ്പളം ലാക്സ് പെർ ആനം ആയിട്ടാണ് അറിയപ്പെടുക. ഈ ഐ ടി മേഖലയിൽ അങ്ങനെയാണ് പറയുക. അപ്പോൾ ഇവിടെ 4 lakhs per ആനമാണ് ഈ അവിടെ കാണുന്ന സാലറി പാക്കേജ്. അപ്പോൾ 11ാം സ്ഥാനത്താണ് ടോക്കച്ച്. 12ാം സ്ഥാനം വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. തൃശ്ശൂർ ജില്ലയിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് വിദ്യ. കലാ കായിക പരിപാടികൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ചുരുക്കം ചില എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് വിദ്യ. സ്വാതന്ത്ര്യവും പങ്കാളിത്തവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കോളേജ് തിരഞ്ഞെടുത്തോളൂ. ആക്റ്റീവ് ക്ലബ്സാണ്, പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്, ഇൻറ്റേൺഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന കോളേജാണ് വിദ്യ. നമ്പർ 13 മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം. ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു മികച്ച ഓട്ടോണമസ് കോളേജ് ആണ്. പഠനം, പ്ലേസ്മെൻറ്റ്, ഭൗതിക സൗകര്യങ്ങൾ മികച്ചതാണ്. പഠനേതര കാര്യങ്ങൾ കുറവാണ്. റാങ്ക് നമ്പർ 14 87 കോളേജുകളിൽ 14ാം സ്ഥാനത്ത് നിൽക്കുന്നത് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ. കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു മൈനോറിറ്റി കോളേജാണ്. ശാന്തമായ അന്തരീക്ഷം, പഠനം മികച്ചതാണ്. 60% പേർക്കും പ്ലേസ്മെൻറ്റ് കിട്ടിയതായിട്ട് അവർ അവകാശപ്പെടുന്നു. കോളേജ് കുറച്ചല്ല കൂടുതൽ ഉള്ളോട്ടാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറയും. പേഴ്സണൽ ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റീസ് തീരെ കുറവാണ്. പിന്നെ 15ാം സ്ഥാനത്ത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂരാണ്. ഇത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന സ്ഥലത്താണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി മാനേജ്മെൻറ്റിനാണ് പെട്ട മറ്റൊരു കോളേജാണ്. ക്ലബ്സുകൾ വളരെ ആക്റ്റീവാണ്. നല്ല ക്യാമ്പസാണ്, നല്ല ലൈബ്രറിയാണ്. കൂടുതൽ കർശനമാണ് എന്ന് ചില വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നു. നമ്പർ 16 MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കുറ്റിപ്പുറം. ഇത് മലപ്പുറം ജില്ലയിലുള്ളൊരു കോളേജാണ്. 1994 തുടങ്ങിയ കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജാണ്. ക്യാമ്പസ് പ്രകൃതി രമണീയമാണ്. പ്ലേസ്മെൻറ്റ് ക്ലബ്ബുകളെല്ലാം ഭൗതിക സൗകര്യങ്ങളും ഉണ്ട്. ഒരു മധ്യനിര കോളേജാണ് MES കുറ്റിപ്പുറം. സിവിൽ മെക്കാനിക്കലിന് പ്ലേസ്മെൻറ്റ് തീരെ കുറവാണ്. അലുമിനി ഇടപെടലും തീരെ കുറവാണ്. നമ്പർ 17 സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന സ്ഥലത്താണ് ഇതുള്ളത്. പ്ലേസ്മെൻറ്റ് നല്ലതാണ്. ഓട്ടോണമസ് കോളേജാണ്. ശാന്തമായ അന്തരീക്ഷം, റാഗിംഗ് ഇല്ല. പഠനത്തിന് ഊന്നൽ നൽകുന്നു. കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. കലാപരിപാടികൾക്കൊന്നും പ്രാധാന്യം ഇല്ല. നമ്പർ 18 ME കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പെരിന്തൽമണ്ണ. ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു നല്ല സ്വാശ്രയ കോളേജാണ്. മികച്ച സൗകര്യം, പ്ലേസ്മെൻറ്റ് കുറവാണ്. പിന്നെ 19 ശ്രീബുദ്ധ കോളേജ്, പറ്റൂർ, ആലപ്പുഴയാണ്.
2002 സ്ഥാപിച്ച ഒരു നല്ല മികച്ച കോളേജാണ്. മികച്ച നല്ല ലൈബ്രറിയാണ്, നല്ല കാഫറ്റേറിയ, നല്ല ഹോസ്റ്റൽ, 20% പ്ലേസ്മെൻറ്റ് കാണിക്കുന്നു. നമ്പർ 20 മറൈൻ എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം. മനോഹരമായ ക്യാമ്പസുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു കോളേജാണ്. പഠനത്തിന് നല്ല മികച്ച അടിത്തറ ഉണ്ട്. അധ്യാപകരെ പറ്റി ചില വിദ്യാർത്ഥികൾ വിമർശിക്കുന്നുണ്ട്. ഹോസ്റ്റൽ സൗകര്യം കുറച്ച് കുറവാണ്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത 87 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മികച്ച 20 ഞാൻ മുകളിൽ പറഞ്ഞത്, 2 വീഡിയോയിലായിട്ട് പറഞ്ഞത്. പ്ലേസ്മെൻറ്റ് റെക്കോർഡ്, ഭൗതിക സൗകര്യങ്ങൾ, ഇൻഡസ്ട്രി കോൺടാക്റ്റ്, അധ്യാപക മികവ്, വിദ്യാർത്ഥികൾക്ക് കോളേജിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, ഇവയൊക്കെയാണ് ഞാൻ ഈ റാങ്കിങ്ങിനെ പരിഗണിച്ചത്. ഈ ലിസ്റ്റ് എടുത്ത് വെച്ചോളൂ, ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചോളൂ. എന്തായാലും 20 കോളേജുകൾ ഒരുമിച്ചുള്ള ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചോളൂ. ഇത് റെഫറൻസായി നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാം, കോളേജ് കണ്ടെത്താം, കോളേജിൽ പോയി കാണാം. നിങ്ങളുടെ അഭിരുചിക്കും ലക്ഷ്യങ്ങൾക്കും അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും നല്ല കോളേജ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. 4 വർഷം പഠിക്കേണ്ട കോളേജാണെന്ന് ഓർമ്മ വേണം. നിങ്ങൾക്കായി അനുയോജ്യമായത് കണ്ടെത്തുക. താങ്ക് യു ഫ്രണ്ട്സ്, സീ യു അഗെയിൻ.